ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന ആനുകാലിക ക്വിസ്. സമകാലിക സംഭവങ്ങൾ ഉൾപ്പെടുത്തിയ GK ക്വിസ്. സ്വദേശ് മെഗാ ക്വിസിലേക്ക് പങ്കെടുക്കുന്നവർക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചോദ്യങ്ങൾ നോക്കാം. വിമാനങ്ങളിൽ നിന്നും അടിയന്തര സാഹചര്യത്തിൽ യാത്രക്കാരെ മുഴുവൻ ഒഴിപ്പിക്കുന്നതിനുള്ള സുരക്ഷിത സമയം എത്രയാണ്? 90 സെക്കൻഡ്. 90 സെക്കൻഡ് സമയം. തകഴിയുടെ പ്രശസ്ത നോവലായ ചെമ്മീൻ ജാപ്പനീസ് ഭാഷയിലേക്ക് മൊഴിമാറ്റം നടത്തിയതാര്? തക്കാക്കോ മുല്ലൂർ. കടൽ രക്ഷാ ദൗത്യങ്ങളിൽ നിർണായക പങ്കുവഹിക്കുന്ന ഇന്ത്യയുടെ മറൈൻ കമാൻഡോ വിഭാഗത്തിന്റെ പേര്? മാർക്കോസ്. മാർക്കോസ്. സൂര്യനെക്കുറിച്ച് പഠിക്കാനുള്ള ISROയുടെ ആദിത്യ L1ന്റെ പ്രോജക്റ്റ് ഡയറക്ടറായ വനിത ആര്? നിഗാർ ഷാജി. ഇറച്ചിക്കായി പട്ടികളെ വളർത്തുന്നതും കശാപ്പ് ചെയ്യുന്നതും വിൽക്കുന്നതും നിരോധിച്ച് നിയമം പാസാക്കിയ ഏഷ്യൻ രാജ്യം ഏതാണ്? ദക്ഷിണ കൊറിയ. സൗത്ത് കൊറിയ. PN ഗോപികൃഷ്ണന് 2023 ഓടക്കുഴൽ അവാർഡ് നേടിക്കൊടുത്ത കവിതാ സമാഹാര ഗ്രന്ഥം കവിത മാംസഭോജിയാണ്. ഇന്ത്യ കരസേനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജനുവരി 15-നാണ്. ആധുനിക ഇൻഡോർ സ്റ്റേഡിയങ്ങളുടെ മാതൃകയിൽ ജല്ലിക്കെട്ട് അരീന സ്ഥാപിച്ചിരിക്കുന്ന തമിഴ്നാട്ടിലെ ഗ്രാമം? കിഴക്കരൈ. 10 തവണ ബില്യാർഡ്സിലും 17 തവണ സ്നൂക്കറിലും ലോക ചാമ്പ്യനായ ഖേൽ രത്ന പുരസ്കാര ജേതാവ് പങ്കജ് അദ്വാനി. ഹെപ്പറ്റൈറ്റിസ് A രോഗപ്രതിരോധത്തിനായി ആദ്യമായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത വാക്സിനിന്റെ പേര്? ഹെവിഷ്യൂർ. ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽ ലിമിറ്റഡ്, ഹൈദരാബാദ്. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ ഏതാണ്? കൊട്ടാരക്കര നഗരസഭ. കഴിഞ്ഞ 12 വർഷമായി മൊബൈൽ ഫോൺ ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള സൗത്ത് കൊറിയൻ കമ്പനി സാംസങ്ങിനെ പിന്തള്ളി 1-ാമതായ കമ്പനി ഏത്? ആപ്പിൾ. ആപ്പിൾ കമ്പനി. കാലാവസ്ഥാ വ്യതിയാനം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ഇന്ത്യയിലെ 2 ജില്ലകളിലൊന്ന് അസമിലെ കച്ചാർ ആണ്. 2-ാമത്തെ ജില്ല? കോഴിക്കോട്. കേരളത്തിലെ കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോമിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്ലാറ്റ്ഫോം അതിന്റെ പേരെന്ത്? കൃത്രിം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ കവച മിസൈൽ സംവിധാനം? സമർ. SAMAR. സർഫേസ് ടു എയർ മിസൈൽ ഫോർ അഷ്വേർഡ് റിറ്റാലിയേഷൻ എന്നതിന്റെ ചുരുക്കമാണ് സമർ. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് CISFന്റെ ആദ്യത്തെ വനിതാ ഡയറക്ടർ ജനറൽ? നൈന സിംഗ് IPS. ടെക് കമ്പനിയായ മൈക്രോസോഫ്റ്റ് തലവനായി നിലവിൽ 10 വർഷം സേവനം പൂർത്തിയാക്കിയ വ്യക്തി? സത്യ നാദല്ല. സത്യ നാദല്ല. ICC ടെസ്റ്റ് ക്രിക്കറ്റ് റാങ്കിങ്ങിൽ ആദ്യമായി 1-ാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ ബൗളർ? ജസ്പ്രീത് ബുംറ. 1954 ഏറ്റവും ആദ്യം ഭാരതരത്ന സമ്മാനിച്ചത് ആർക്കൊക്കെ? ശാസ്ത്രജ്ഞനായ CV രാമൻ, സ്വാതന്ത്ര്യ സമര സേനാനിയായ C രാജഗോപാലാചാരി, ആദ്യത്തെ ഉപരാഷ്ട്രപതി സർവപ്പള്ളി രാധാകൃഷ്ണൻ. പ്രവർത്തന മികവ് വിലയിരുത്തി സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകിവരുന്ന അവാർഡ് ഏതാണ്? സ്വരാജ് ട്രോഫി. സ്വദേശ് ക്വിസ് GKക്കും മറ്റെല്ലാ GK ക്വിസിനും ഉണ്ണീസ് വിജയപാത സബ്സ്ക്രൈബ് ചെയ്തോളൂ. കാലാവസ്ഥാ നിരീക്ഷണം, വാർത്താവിനിമയം, ടെലിവിഷൻ സംപ്രേഷണം എന്നിവയ്ക്കായി ഇന്ത്യ 2024 ജനുവരിയിൽ വിക്ഷേപിച്ച ഇൻസാറ്റ് ഉപഗ്രഹം ഇൻസാറ്റ് 3DS ഏഷ്യൻ ബാഡ്മിന്റൺ ടീം ചാമ്പ്യൻഷിപ്പ് കിരീടം തായ്ലൻഡിനെ തോൽപ്പിച്ച് ചരിത്രത്തിലാദ്യമായി നേടിയ
PV സിന്ധുവിന്റെ നേതൃത്വത്തിലുള്ള ടീമിലെ ഏക മലയാളി താരം ട്രീസ ജോളി. പ്രസിദ്ധ ഗായിക ലതാ മങ്കേഷ്കർ മലയാള സിനിമയിൽ പാടിയിട്ടുള്ള കദളി ചെങ്കദളി എന്ന ഗാനം ഏതു സിനിമയിലാണ്? നെല്ല് എന്ന സിനിമയിലാണ്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ 5 വിക്കറ്റ് ആദ്യമായി നേടിയ താരം ആശ ശോഭന. സാമൂതിരി രാജാക്കന്മാരോടുള്ള ബഹുമാനാർത്ഥം ഗോംബസ് സാമൂരിനോറം എന്ന് വയനാട്ടിൽ കണ്ടെത്തിയ ഒരു സസ്യത്തിന് പേരിട്ടു. ഏതിനം സസ്യമാണത്? ഫംഗസ് സസ്യമാണ്. വാധ്വാൻ തുറമുഖ പദ്ധതി ഏതു സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. റീസൈക്കിൾഡ് PVC സിം കാർഡ് അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ മൊബൈൽ സേവനദാതാക്കൾ ഭാരതി എയർടെൽ. ലോകാരോഗ്യ സംഘടന WHO വയോജന സൗഹൃദ നഗരം ആയി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യത്തെ നഗരം ഏത്? കൊച്ചി. ഏത് ബഹിരാകാശ കമ്പനിയുടെ വിക്ഷേപണ വാഹനമാണ് ഫാൽക്കൺ 9? സ്പേസ് എക്സ്. കാലാവസ്ഥാ വ്യതിയാനത്തെയും ലോകം നേരിടുന്ന പ്രതിസന്ധികളെയും കുറിച്ച് എഴുതിയതിന് ഇറാസ്മസ് പ്രൈസ് നേടിയ ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരൻ അമിതാവ് ഘോഷ്. കൂടുതൽ അറിവിന് സ്വദേശ് മെഗാ ക്വിസിന് ഉണ്ണീസ് വിജയപാത.